Hello guys, welcome back to Art and Ashraf YouTube channel. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ ക്രോമാ കീ ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഇനി ക്രോമാ കീ എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ ചെറുതായിട്ട് അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ ഞാനൊരു ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കുറച്ച് ചുമരുകളും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ചുമരുകളും കാര്യങ്ങളൊക്കെ ഇറേസ് ചെയ്തിട്ട് അവിടെ മനോഹരമായിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുക്കുന്നതിനാണ് ഈ ഒരു ക്രോമാ കീ അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീൻ വെക്കുക എന്നൊക്കെ പറയുന്നത്. സാധാരണ സിനിമകളിലൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ മാറ്റുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ആയിട്ട് കളയണമെങ്കിൽ അവിടെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. അപ്പൊ അങ്ങനെ പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഒന്നും അങ്ങനെ വെക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഗ്രീൻ കളർ വെച്ചെങ്കിൽ മാത്രമേ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. എന്താണ് ഈ ഗ്രീൻ കളറിന് എത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിന്നിലും ഒന്നും ഇല്ലാത്തൊരു കളറാണ് ഈ ഗ്രീൻ കളർ. ഇപ്പൊ റെഡ് ടോൺ ആണെങ്കിലും അല്ലെങ്കിൽ യെല്ലോ ടോൺ ഒക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിന്നിനകത്തുള്ള ഒരു കളറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഇറേസ് ചെയ്യുമ്പോൾ ഈ സ്കിന്നിനകത്തുള്ള ടോണും ഇറേസ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് പലരും ചോദിക്കാറുണ്ട് ബെറ്റർ ആയിട്ടുള്ള ഗ്രീൻ സ്ക്രീൻ ഏതാണെന്നൊക്കെ. അപ്പൊ അങ്ങനെ സിനിമകളിലാണെങ്കിലും ഷോർട്ട് ഫിലിമിലാണെങ്കിലും നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ആണെങ്കിലും അപ്പൊ ഇങ്ങനെ ക്രോമാ കീ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രീൻ സ്ക്രീന് അല്ലെങ്കിൽ ഇങ്ങനെ ബാക്ക് ഡ്രോപ്പ് സ്ക്രീന് ഇതൊക്കെ നമുക്ക് ഓൺലൈനിലായിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. 200 rupees മുതൽ മേലോട്ടുള്ള ഒരുപാട് തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇന്ന് ഓൺലൈനിലുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ബോൾട്ടോവ് എന്ന ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡാണ് ഈ ബോൾട്ടോവ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ വില എന്ന് പറയുന്നത് 439 രൂപക്കാണ് ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വിലക്ക് തന്നെ ഇതേ ബോൾട്ടോവ് എന്ന കമ്പനിയുടെ കുറച്ചുകൂടെ വലിയ സൈസും നമുക്ക് കിട്ടും. ഇതേ വില തന്നെയാണ് അതിനുള്ളത്. പക്ഷെ അതിന്റെ ക്വാളിറ്റിയിൽ ചില മാറ്റം ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ലോ ക്വാളിറ്റി ആയിരിക്കാൻ വഴിയില്ല. കാരണം ഇത് പല വേരിയന്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതായത് തിക്നെസ്സിൽ തന്നെ പല വേരിയന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ 439 രൂപക്ക് 6 feet x 9 feet സൈസിലുള്ള ഒരു ഗ്രീൻ സ്ക്രീനാണ് വാങ്ങിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടാം. അപ്പൊ ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. നമുക്ക് ആ എക്സിക്യൂട്ടീവ് വളരെ ചുളുക്കി ആയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ തന്നത്. എങ്കിലും ഇതൊരു ഫാബ്രിക് പോളിസ്റ്റർ മെറ്റീരിയൽ അതുകൊണ്ട് ഇതിനകത്തുള്ള ഈ ക്ലോത്തിന് യാതൊരു ചുളുക്കും വരില്ല. അപ്പൊ നമുക്കിതൊന്ന് ഈ പാക്കിൽ നിന്നൊന്ന് പുറത്തെടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബോൾട്ടോവ് എന്നൊരു ബ്രാൻഡിന്റെ ഗ്രീൻ സ്ക്രീൻ എന്നുള്ളത്. നമുക്ക് ഇതിന്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാം. 199 രൂപ മുതലുള്ള ഗ്രീൻ സ്ക്രീനുകൾ ഞാൻ ഓൺലൈനിൽ കണ്ടു. അതൊക്കെ ഒരുപാട് സൈസ് ഉള്ളത് തന്നെയാണ്. ഇപ്പൊ 12 അടി വലുപ്പമുള്ള ഗ്രീൻ സ്ക്രീനൊക്കെയാണ് വരുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ ക്വാളിറ്റിയിൽ വലിയ രീതിയിലുള്ള കോംപ്രമൈസുകൾ ഉണ്ടാകും. കാരണം അതൊക്കെ തിക്നെസ് വളരെ കുറവാകും. നമുക്കിത് നിഴലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് ഇത് നടക്കില്ല. കാരണം അതിന്റെ ബാക്കിലത്തെ കാര്യങ്ങൾ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിങ്ങിൽ അതിന് വലിയ രീതിയിൽ ബാധിക്കും. അപ്പൊ ക്ലീൻ ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിനെ ഇറേസ് ചെയ്ത് കളയണമെങ്കിൽ ഈ ഒരു സ്ക്രീനിലെ എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് വെളിച്ചം വീഴണം. അപ്പൊ അതേക്കുറിച്ചിട്ടൊക്കെ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്തായാലും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്ന് പുറത്തെടുത്ത് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്ക്രീന്. ഈ ഒരു ക്ലോത്ത് വളരെ ക്വാളിറ്റി ഉള്ള ഒരു ക്ലോത്ത് തന്നെയാണ്. കാരണം ഇതിനകത്ത് യാതൊരു സ്ക്രാച്ചും പെട്ടെന്ന് വിടാൻ സാധ്യതയില്ല. ഈ മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം. പിന്നെ ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് ഇത് ഫിക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഷാഡോകളോ അല്ലെങ്കിൽ ചുളുക്കുകളോ വിടാൻ സാധ്യതയില്ല. മെറ്റീരിയലിന്റെ പ്രത്യേകതയാണത്. ഇങ്ങനെ ഒഴുകിക്കിടക്കുന്ന ഒരു രീതിയിലുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. മാത്രമല്ല ഈ ഒരു പാക്കേജ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനിതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം ഒന്ന് വാച്ച് ചെയ്തതാണ്. ഇതിനകത്ത് രജിസ്ട്രേഷൻ മാർക്കൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ ഞാനൊരു റിംഗ് ലൈറ്റ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബ്രാൻഡ് നെയിമും കൂടി ആ ബോക്സിനകത്തില്ല. വളരെ ലോ റേഞ്ചിലുള്ള ഒരു സാധനം ആയിരുന്നു അത്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ രജിസ്ട്രേഷൻ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊരു അത്യാവശ്യം നല്ലൊരു കമ്പനി ആയിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ബാക്ക് ഡ്രോപ്പ് ഗ്രീൻ സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ഒട്ടും അറിയാത്തവർക്ക് ചെറുതായിട്ടൊരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇരുന്നിട്ടോ നിന്നിട്ടോ എങ്ങനെയെങ്കിലും ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിനിമയിലൊക്കെ കാണുന്നത് പോലെ വളരെ ക്ലീൻ ആയിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഈ തട്ടിക്കൂട്ട് വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ ഇങ്ങനെ മുറിച്ചു വെച്ച പോലെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിനെ കളയാറുണ്ട്. ആ ഒരു കാര്യമല്ല, വളരെ പെർഫെക്റ്റ് ആയിട്ട്
വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നിൽക്കുന്നതായിട്ട് തോന്നിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പം അങ്ങനെ കൃത്യമായിട്ട് പെർഫെക്ഷനോട് കൂടി ചെയ്യണമെങ്കിൽ ഈ ഗ്രീൻ സ്ക്രീൻ മാത്രം പോരാ, നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ആൾക്ക് അല്പം ക്രിയേറ്റിവിറ്റി കൂടെ വേണം. കാരണം ഈ ബാക്ക്ഗ്രൗണ്ടിനെ ബ്ലർ ചെയ്യുന്നതും അതിൻ്റെ ലൈറ്റിംഗ് ടോണിനെ ക്രമീകരിക്കുന്നതൊക്കെ ഒരു ആർട്ടിഫിഷ്യൽ മൈൻഡാണ്. അതും കൂടെ കൃത്യമാണെങ്കിലേ 100% പെർഫെക്ഷൻ ആയിട്ട് കിട്ടൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മെറ്റീരിയലിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മെറ്റീരിയൽ. ഇതിൻ്റെ ഈ ഗ്രീൻ ടോൺ വളരെ പെർഫെക്റ്റ് ആണ്. നമ്മൾ കുറച്ചുകൂടെ ലോ ക്വാളിറ്റിയിലെ പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിനകത്തുള്ള ഗ്രീനിന് ചെറിയ ചേഞ്ച് ഉണ്ട്. ഒരു തരം നിരച്ച ഒരു ഗ്രീനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോ നമ്മുടെ ബോഡിയിലോ ഇല്ലാത്ത ഈ ഒരു ടോണാണ് ഏറ്റവും ഇതിനകത്ത് ബെറ്റർ ആയിട്ടുള്ളത്. ഇത് അത്യാവശ്യം സൈസ് ഉണ്ട്. ഏതാണ്ട് 9 അടിയോളം നീളവും ഒരു 6 അടിയോളം വീതിയും ഇതിനകത്ത് വരുന്നുണ്ട്. ഏതാണ്ടല്ലേ ഇത്ര ഹൈറ്റ് ഉണ്ട്. നമ്മളതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു 8 അടിയോളം വരും. കാരണം അതൊരു ഇലാസ്റ്റിക് പോലുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതൊരിക്കലും നമ്മളിങ്ങനെ കെട്ടിയിട്ടിട്ടോ വലിച്ചു നീട്ടിയിട്ടോ ഒന്നും ഫിക്സ് ചെയ്യാതിരിക്കുക. മാക്സിമം നമ്മൾ ഒരു 50-60 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു PVC പൈപ്പ് നമുക്ക് കടകളിൽ കിട്ടും. അങ്ങനെ ഒരു പൈപ്പ് ഇവിടെ ഒരു പോക്കറ്റ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊരു ബാനറൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ ആ പൈപ്പ് ഇതിനുള്ളിലൂടെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാവും. അപ്പം എൻ്റെ ബാക്കിൽ ഇപ്പോൾ ഈ ഒരു കർട്ടൻ വരികയാണെങ്കിൽ ഈ ഒരു കർട്ടന് മുന്നിലായിട്ട് ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറായിട്ട് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതിനുശേഷം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ക്രോമാക്കി എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് അറിയാത്തവർക്കായിട്ട് വേണമെങ്കിൽ തൊട്ടടുത്തതായിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു രീതി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ആ എഡിറ്റിങ്ങിൽ നമ്മൾ ഈ ഒരു കളറ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇത് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത്തരം ബാക്ക് ഡ്രോപ്പുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിൽ വളരെ ക്വാളിറ്റി കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഈ ബാക്ക് ഡ്രോപ്പ് യൂസ് ചെയ്യുന്നതും അത് എഡിറ്റിങ്ങിൽ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ബെറ്റർ ബാക്ക്ഗ്രൗണ്ട് ഫിക്സ് ചെയ്യാം എന്നുള്ളതും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. മനസ്സിലാക്കിയിരിക്കേണ്ട ഘടകമാണെന്ന് പറയാൻ കാരണം നമുക്ക് ഒരുപാട് തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകൾ ഇന്ന് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചേർക്കേണ്ട ബാക്ക്ഗ്രൗണ്ടുകൾ, അപ്പോൾ അത് മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെയോ പൂന്തോട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റുഡിയോ റൂമിൻ്റെയോ ഒക്കെ കിട്ടും. പക്ഷെ നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ചില ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ ബാക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സൂട്ടാവില്ല. അത് എത്രയായാലും ഒരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ക്യാമറ ആംഗിളിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഡ്രോപ്പ് അല്ല, ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ നമ്മൾ കൊണ്ടുവരാം. മാക്സിമം ഇമേജൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് വളരെ സ്മൂത്തായിട്ട് റണ്ണായി പോകും. കാരണം അതൊരു ഇമേജായിട്ട് അവിടെ ആ വീഡിയോ അവസാനിക്കുന്നവരെ അവിടെ ഇരുന്നോളും. മറ്റൊരു വീഡിയോ ആണെങ്കിൽ ആ വീഡിയോയും റണ്ണാവാനുള്ള ഫെസിലിറ്റി നമ്മുടെ സിസ്റ്റത്തിനോ മൊബൈലിലൊക്കെ വേണ്ടി വരും. അത് മാത്രമല്ല പലരും ഇത്തരം ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നാൻ കാരണം എനിക്ക് തോന്നുന്നത് അവരതിനെ വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരല്പം ബ്ലർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഈ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം, ഈ ക്യാമറയ്ക്ക് മുന്നിലുള്ള ഈ ഒരു വ്യക്തിയെയാണ് എപ്പോഴും ക്യാമറ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിലും നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ക്യാമറയിൽ ഒരു അല്പം ബ്ലറായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു അല്പം ബ്ലറാക്കി കൊടുക്കുക. ഈ ക്യാരക്ടറിനെ കുറച്ച് ഫോക്കസ് ആക്കി നിർത്തുക. രണ്ട് ഒബ്ജക്റ്റും, അതായത് ബാക്ക്ഗ്രൗണ്ടും ഈ ഒരു ക്യാരക്ടറും ഫുൾ ക്ലാരിറ്റിയിൽ തന്നെ ഫോക്കസിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഒരു അല്പം ആർട്ടിഫിഷ്യലായിട്ടൊക്കെ തോന്നും. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കളർ ടോണും. ഇപ്പം ഈ ക്യാമറയ്ക്ക് മുന്നിലുള്ള ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു റെഡ് ടോണിലാണ് എന്ന് സംസാരിക്കുന്നതെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോൾ ഒരു ബ്ലൂ ടോണിലാണെങ്കിൽ അത് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇവിടെ റെഡ് ലൈറ്റും അവിടെ ബ്ലൂ ലൈറ്റും ഒരിക്കലും വരില്ലല്ലോ. അപ്പോൾ ആ നാച്ചുറൽ ലൈറ്റിങ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഗ്രീൻ സ്ക്രീൻ ഇല്ല എന്ന് വിചാരിക്കുക. നിങ്ങളുടെ കയ്യിലൊരു ഗ്രീൻ സ്ക്രീൻ ഇല്ല, നിങ്ങൾ തട്ടിക്കൂട്ടായിട്ട് ഒരു പ്ലെയിൻ കളർ ചുമരൊക്കെ വെച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരു റെഡ് കളർ ചുമര് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ആ റെഡ് കളർ ചുവർ ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ചേർക്കേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട് ചിത്രം, അതായത് അവിടെ ചേർക്കേണ്ട ഒരു ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്
അതൊരു റെഡ് കളറിലുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഇറേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 100% പെർഫെക്റ്റ് ആയിട്ട് അത് ഇറേസ് ആവണമെന്നില്ല. പലപ്പോഴും പല സ്ഥലത്തൊക്കെ ഇങ്ങനെ മിന്നി തെളിഞ്ഞിട്ടൊക്കെ ആ എഡിറ്റിങ്ങിൻ്റെ പോരായ്മകൾ കാണിക്കാം. നിങ്ങളുടെ ഈ ഒരു എൻഡിങ്ങിലൊക്കെ എഡിറ്റിങ്ങിൻ്റെ പോരായ്മകൾ എന്തായാലും ഉണ്ടാവും. കാരണം ഗ്രീൻ സ്ക്രീൻ ഉണ്ടെങ്കിൽ മാത്രമേ 100% പെർഫെക്റ്റ് ആയിട്ട് അത് ഇറേസ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു റെഡ് കളർ ഇമേജ് തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉള്ള റെഡ് കളർ ടോണിലുള്ള ഒരു ഇമേജ് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഡാമേജ്, ഈ ഒരു പോരായ്മ അവിടെ കാണിക്കുകയില്ല. കാരണം അതറിയില്ല, ബാക്ക്ഗ്രൗണ്ടായിട്ടും റെഡ് കളറാണുള്ളത്. അപ്പം ഇങ്ങനെ ചില ടിപ്സുകളാണ് വീഡിയോ എഡിറ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയും അല്ലെങ്കിൽ നല്ല സ്പെക്കുള്ള ഒരു കമ്പ്യൂട്ടറോ മൊബൈലൊക്കെ ഉണ്ടായിട്ടും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതിനായിട്ട് വേണ്ടത് നമുക്ക് ചില ഐഡിയാസും ചില ക്രിയേറ്റിവിറ്റികളും ചില ടിപ്സുകളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ബാക്ക് ഡ്രോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പർച്ചേസിങ് ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് വെച്ചുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് എങ്ങനെ വരുത്താം എന്നതിനെ പറ്റിയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിലൂടെ കുറച്ച് റയർ ആയിട്ടുള്ള ടിപ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ എങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട് നമുക്ക് എടുക്കാം. അതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഏതാണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഏതാണ് എന്നൊക്കെ ഞാൻ ആ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.